നമസ്കാരം. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അക്ഷയ തൃതീയ 2024 അക്ഷയ തൃതീയ ദിനത്തിൽ ധനയോഗം സമ്പത്തും കൈവരാനുള്ള വിശേഷാൽ ദിവസമാണ്. അക്ഷയ തൃതീയ ദിവസം മംഗളകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിനും സ്വർണം, വെള്ളി എന്നിവ വാങ്ങുന്നതിനും വിശേഷാലാണ്. അക്ഷയ തൃതീയ വിവാഹത്തിന് മറ്റ് മംഗളകർമ്മങ്ങൾക്കും അനുകൂല സമയമാണ്. ഈ ദിവസം മംഗളകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് സ്വർണം, വെള്ളി എന്നിവ വാങ്ങുന്നതിനും വളരെ വിശേഷമാണ്. എല്ലാ വർഷവും വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ തൃതീയ തിഥിയിലാണ് അക്ഷയ തൃതീയ ആഘോഷിക്കുന്നത്. ഈ വർഷം മെയ് 10 അക്ഷയ തൃതീയ ആഘോഷിക്കുന്നത്. ഈ ദിവസം ലക്ഷ്മി ദേവിയെ ആരാധിക്കുകയും സ്വർണവും വെള്ളിയും വാങ്ങുകയും ചെയ്യുന്നത് ശുഭകരമാണ്. ഈ വർഷം മെയ് 10 അക്ഷയ തൃതീയയിൽ നിരവധി ശുഭകരമായ യോഗങ്ങൾ രൂപം കൊള്ളുന്നു. അക്ഷയ തൃതീയ നാളിൽ ഗജകേസരി യോഗവും രൂപപ്പെടുന്നു. ഇത് 3 രാശിക്കാർക്ക് വളരെ അനുകൂലമായിരിക്കും. അക്ഷയ തൃതീയയിൽ മേടത്തിൽ സൂര്യന്റെയും ശുക്രന്റെയും സംയോജനവും നടക്കുന്നതാണ്. ഇത് ശുക്രാദിത്യ യോഗം രൂപപ്പെടുന്നതിനും കാരണമാകുന്നു. ഇതോടൊപ്പം മീനരാശിയിൽ ചൊവ്വയും ബുധനും ചേർന്ന് ധനയോഗവും കുംഭത്തിൽ ശനി നിലകൊള്ളുന്നതിനാൽ ശശായോഗവും ചൊവ്വ മീനത്തിൽ നിൽക്കുന്നതിനാൽ മാളവ്യ രാജയോഗവും രൂപപ്പെടുന്നു. ഇതുകൂടാതെ വൃശ്ചികത്തിൽ ചന്ദ്രനും വ്യാഴവും ചേരുന്നതിനാൽ ഗജകേസരി യോഗവും രൂപപ്പെടുന്നു. ഇത്തരത്തിൽ അക്ഷയ തൃതീയയിൽ നിരവധി രാജയോഗങ്ങൾ രൂപപ്പെടുന്നു. പ്രധാനമായി 3 രാശിയിലുള്ളവർക്ക് സമ്പത്തും ഐശ്വര്യവും നൽകുന്നതാണ് ഇത്. മേടം അക്ഷയ തൃതീയ ദിനം മേടം രാശിക്കാർക്ക് നിരവധി അനുഗ്രഹങ്ങൾ നൽകുന്നതാണ്. എല്ലാ പ്രവർത്തനങ്ങളിലും വിജയം കൈവരിക്കും. ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന ജോലികൾ പൂർത്തീകരിക്കാനും സാധിക്കും. കുടുംബ സംബന്ധമായ പ്രശ്നങ്ങൾ അവസാനിക്കാനും നല്ലതാണ്. ഇടവം അക്ഷയ തൃതീയ ദിവസം ഇടവം രാശിക്കാർക്ക് അനുകൂലവുമാണ്. ഈ രാശിക്കാർക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കും. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളിലും ഭാഗ്യം നിങ്ങൾക്കൊപ്പം തന്നെയാകും. വലിയ സ്ഥാനമാനങ്ങളും ശമ്പള വർധനയും ബിസിനസ് ലാഭവും എല്ലാം ഉണ്ടാകാനുള്ള സമയമാണ്. മീന അക്ഷയ തൃതീയ ദിവസം മീനരാശിക്കാർക്ക് മികച്ച വിജയം ലഭിക്കും. കഠിനാധ്വാനത്തിന് പൂർണ്ണ ഫലം ലഭിക്കും. ജോലി സ്ഥലത്തെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വിജയം കൈവരിക്കും. അക്ഷയ തൃതീയ ദിവസം ദേവിയെ നന്നായിട്ട് മനസ്സിൽ വിചാരിച്ച് നാമജപങ്ങളും മന്ത്രങ്ങളും ചൊല്ലുക. എല്ലാവരുടെ വീട്ടിലും കുടുംബത്തിന് ഐശ്വര്യം മാത്രമേ ഉണ്ടാകട്ടെ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.